സ്റ്റുഡൻസ് വെൽക്കം ടു സേറ. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ടെറിഡോഫൈറ്റ്സിൻ്റെ കേസ് നമ്മൾ സലാജനുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഹെട്രോസ്പോറി. ഹെട്രോസ്പോറി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ഹെട്രോസ്പോറി? അതെ, രണ്ട് തരത്തിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഹെട്രോസ്പോറി എന്ന് പറയുന്നത്. അതായത് മെഗാസ്പോർസും മൈക്രോസ്പോർസും. അപ്പോൾ ഇത് ആദ്യം കാണുന്നതിലാണ് ഈ പറഞ്ഞിട്ടുള്ള സെലാജിനിൽ നമ്മൾ ആദ്യം കാണുന്നത്. ഇറ്റ് ഇസ് പ്രിക്കോഴ്സർ ടു സീഡ് ഹാബിറ്റ്. സീഡ് ഹാബിറ്റ് നമ്മളെ അതായത് സീഡ്സ് ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രിക്കോഴ്സർ കണ്ടീഷൻ ആണ് ഹെട്രോസ്പോറി. നമ്മൾ എപ്പോഴും എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂ പറയാറുണ്ട്. ഓക്കെ, ഇതിൽ നോക്കാം. ദ ഫിനോമിന ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ടു ടൈപ്സ് ഓഫ് സ്പോർസ് ബൈ ദ സെയിം സ്പീഷീസ് ഇസ് നോൺ ആസ് ഹെട്രോസ്പോറി. അത് സൈസിലും സ്ട്രക്ചറിലും ഫംഗ്ഷനിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് പറയാം. സെയിം സ്പീഷീസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് പറയാം ഹെട്രോസ്പോറി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ടു ടൈപ്സ് ഓഫ് സ്പോർസ് മാത്രം എഴുതിയാൽ പോരാ, അത് സൈസിലും സ്ട്രക്ചറിലും ഫംഗ്ഷനിലും ഡിഫറെൻ്റ് ആയിരിക്കണം. ഒപ്പം അതിൻ്റെ ബന്ധം വേണം പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം സ്പീഷീസ് എന്നും കൂടി വേണം. ഓക്കെ, ടു ഡിഫറെൻറ്റ് സൈസസ് ആ സ്മോളർ സ്പോർസ് നോൺ ആസ് മൈക്രോസ്പോർസ്. അതായത് രണ്ട് ഡിഫറെൻറ്റ് സൈസസ് ഉണ്ടാവും. അതിൽ ഒന്നിൽ ചെറിയ സൈസിലുള്ളതെന്ന് പറയും, രണ്ട് ഡിഫറെൻറ്റ് സൈസ് ഉണ്ടാവും. അതിൽ ചെറുതിനെന്ന് പറയും മൈക്രോസ്പോർസ് എന്ന് പറയും, ലാർജ് സ്പോർസ് എന്ന് പറയും മെഗാസ്പോർസ് എന്ന് പറയും. ഓക്കെ, ഇനി ഒറിജിൻ ഓഫ് ഹെട്രോസ്പോറി നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ തൊട്ട് മുന്നത്തെ റീപ്രൊഡക്ഷനിലെ സ്ട്രോബൈലസിന്റെ കണ്ടീഷനിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ പാലിയോബോട്ടാണിക്കൽ എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദ ഹെട്രോസ്പോറി എറോസ് ഡ്യൂ ടു ഡീജനറേഷൻ ഓഫ് സം സ്പോർസ് ഇൻ എ ഫ്യൂ സ്പൊറാഞ്ചിയ. ചില സ്പൊറാഞ്ചിയയിലുള്ള ചില സ്പോർസിന് ഡീജനറേഷൻ കാരണമാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് സ്പോർസ് ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, as more nutrition becomes available to less number of spores, the surviving spores grow better, has increased in their size. അതായത് മെഗാസ്പൊറാഞ്ചിയ എന്നാണ്. മെഗാസ്പോർസ് കുറച്ചും ഇല്ല പറഞ്ഞില്ലേ. അപ്പം എന്താണ്, അതിനകത്തുള്ള ചില സ്പോർസ് ഡീജനറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂ ഒരു എവിഡൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം പറയുന്നത് എന്താ വെച്ചാൽ ചില സ്പോർസ് സ്പൊറാഞ്ചിയത്തിൽ നിന്ന് പോയത് കൊണ്ടാണ് ഹെട്രോസ്പോറി ഉണ്ടായത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് ചില സ്പോർസ് പോകുമ്പോൾ ആ സ്പൊറാഞ്ചിയത്തിൽ ബാക്കിയുള്ള സ്പോർസിന് സൈസ് ഇൻക്രീസ് ചെയ്യാനും കുറച്ച് വലുതായും സ്ട്രക്ചറിലും ഫംഗ്ഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് മെഗാസ്പോർസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, പാലിയോബോട്ടാണിക്കൽ എവിഡൻസ് ഷോ ദാറ്റ് ഏർലിയർ വാസ്കുലർ പ്ലാന്റ്സ് വെർ ഓൾ ഹോമോസ്പോറസ്. അതായത് ആദ്യം പാലിയോബോട്ടാണിക്കൽ എവിഡൻസ് ആണെന്ന് ആദ്യത്തെ വാസ്കുലർ പ്ലാന്റ്സ് എല്ലാം എന്തായിരുന്നു, ഹോമോസ്പോറസ്, ഒറ്റ ടൈപ്പ് സ്പോർസ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദ ഹെട്രോസ്പോറസ് കണ്ടീഷൻ അപ്പിയർഡ് സബ്സിക്വന്റ്ലി ഇൻ ദി ലോവർ മോസ്റ്റ് അപ്പർ ഡിമോണിയൻ പീരിയഡിലാണ് എന്ത് ഹെട്രോസ്പോറി എന്നുള്ള കണ്ടീഷൻ വന്നു പറയുന്നത്. ഓക്കെ, a number of heterosporous genera belonging to Lycopsida, Sphenopsida, Pteropsida were known in the late Devonian and early Carbonase periods. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള ഡിവോണിയൻ ആൻഡ് ഏർലി കാർബോണേസ് പീരിയഡ്സിലാണ് ഈ ഹെട്രോസ്പോറസ് കണ്ടീഷൻസ് പിന്നെയും ഈ പറഞ്ഞിട്ടുള്ള ലൈക്കോപ്സിഡ, സ്പീനോപ്സിഡ, ടീറോപ്സിഡ ഗ്രൂപ്പുകളിൽ കണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊന്നും ജസ്റ്റ് ഓർത്ത് വെക്കണ്ട. ഈ ഫസ്റ്റ് പോയിന്റ് കാര്യം ഓർത്ത് വെക്കുക. എന്താണ് എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവർ പറയുന്നത് ഒരു കാരണം ഹെട്രോസ്പോറി വരാനുള്ള ഒരു കാരണം ഇതായിരിക്കാം. ഈ പറഞ്ഞിട്ടുള്ള ചില സ്പൊറാഞ്ചിയത്തിലെ ചില സ്പോർസ് ഡീജനറേറ്റ് ആയി പോയി. ഇപ്പം ബാക്കിയുള്ള സ്പോർസിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി, കുറച്ചും കൂടി വലുതാവാൻ പറ്റി. അപ്പോൾ അത് മെഗാസ്പോർസും മറ്റുള്ളത് മേലെയുള്ള ഭാഗത്തുള്ള ഓൾറെഡി കുറേ സ്പോർസ് ഉള്ളത് മൈക്രോസ്പോർസുമായിട്ട് മാറി. അപ്പോൾ അത് ആ കാരണം കൊണ്ടാണ് ഹെട്രോസ്പോറി വന്നതെന്നാണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ ആൾക്കാർ പറയുന്നത്. ഓക്കെ, എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്നുള്ള എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് മെയിൻലി ഗവേൺ ഹെട്രോസ്പോറി. മറ്റേലെന്താ പറഞ്ഞത്, ചില സ്പോർസ് ഡീജനറേറ്റ് പോയതുകൊണ്ടാണ്. ഇതിൽ പറയുന്നത് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആണ് ഹെട്രോസ്പോറി കാരണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അണ്ടർ കണ്ടീഷൻസ് ഓഫ് ലോ ലൈറ്റ് ഇന്റൻസിറ്റി ദ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ഓഫ് സെലാജിനല്ല വാസ് റിട്ടാർഡഡ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് മൈക്രോസ്പൊറാഞ്ചിയ. അപ്പോൾ ലോ ലൈറ്റ് ഇന്റൻസിറ്റിയിലെ കേസിൽ എനർജി കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ചെറിയ സ്പോർസ് ഉണ്ടാക്കി, ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് മൈക്രോസ്പൊറാഞ്ചിയ. ബൈ സഡൻ ലോവറിംഗ് ഓഫ് ദ ടെമ്പറേച്ചർ ദ സൈസ് ഓഫ് ദ മൈക്രോസ്പോർസ് ഇൻ ദി സ്പോറോക ഓഫ് മാർസിലി ഇൻക്രീസ്ഡ് ബൈ 6 times. അപ്പോൾ ഇതിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ മാർസിലിയ എന്ന് പറഞ്ഞൊരു ടെറിഡോഫൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താണ് നമ്മൾ ടെമ്പറേച്ചർ കുറക്കുന്ന സമയത്ത് എന്ത് പറ്റി, മൈക്രോസ്പോർസിൻ്റെ സൈസ് വളരെയധികം കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിൽ ന്യൂട്രീഷൻ്റെതും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസം വരുമ്പോഴും ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് വ്യത്യാസം വരുമ്പോൾ സ്പോർസിൻ്റെ സൈസ് കുറയും കൂടുകയും ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ സൈസിൻ്റെ കേസ് പറയാനുള്ള കാരണം മൈക്രോസ്പോർസും മെഗാസ്പോർസും ഡിഫറൻഷിയേറ്റിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ അതിന് സൈസ് തന്നെയാണ്. ഇത് വരാനുള്ള കാരണം ന്യൂട്രീഷൻ ചേഞ്ചസ്, പണ്ട് നടന്ന ന്യൂട്രീഷൻ ചേഞ്ചസ് ആയിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ആയിട്ടാണ് രണ്ട് ടൈപ്പ് ഓഫ് സ്പോർസ് ഉണ്ടായെന്നാണ് ഇവർ എക്സ്പെരിമെന്റിൽ പറഞ്ഞു നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എന്താണ് ഹെട്രോസ്പോറി എങ്ങനെ വന്നു എന്നുള്ളതിന്റെ കുറച്ച് ആൾക്കാരെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള എന്താണ് എവിഡൻസ് നോക്കാം. അപ്പോൾ ഇൻ ഹെട്രോസ്പോറി ടെറിഡോഫൈറ്റ്സ് ഡെവലപ്മെന്റ് ഓഫ് മൈക്രോ ആൻഡ് മെഗാസ്പൊറാഞ്ചിയ ഫോളോ ദ സെയിം പാറ്റേൺ. While in megasporangia most of the spore mother cells degenerate, but in microsporangia only a few mother cells are disorganized. But development studies ഇത് വരാനുള്ള കാരണം പറഞ്ഞത് എന്താണ്,
മൈക്രോസ്പോർസിന്റെ കേസിൽ എന്താണ് ഡീജനറേഷൻ എന്നുള്ള പ്രോസസ് നടക്കുന്നില്ല. പക്ഷെ മെഗാസ്പോറാഞ്ചിയത്തിന്റെ കേസിൽ എന്താണ് നടക്കുന്നത്? മോസ്റ്റ് ഓഫ് സ്പോർ മെത്തേഡ്സ് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ സെൽസും ഫങ്ഷനായിട്ട് മാറുന്നില്ല. അപ്പോൾ എന്താണ് ചില സെൽസ് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ സൈസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നതും സൈസ് കൂട്ടാൻ പറ്റുന്നതും ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാരെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ഹെറ്ററോസ്പോറി വന്നു എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് സ്റ്റഡീസും ഡെവലപ്മെന്റ് സ്റ്റഡീസും എവല്യൂഷന്റെ പോയിന്റ് ഓഫ് വ്യൂവും ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ നമ്മളിവിടെ സൈറ്റ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇനി എന്താണ് ഹെറ്ററോസ്പോറിന്റെ ഇമ്പോർട്ടൻസ്? ഓൾറെഡി ഒന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. സീഡ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ് എന്ത്? heterospore എന്നുള്ളത്. ഓക്കെ, the differentiation in the size of the spores is directly related to differentiation of sex of the gametophyte. അപ്പോൾ gametophyte മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയാനുള്ള മെയിൻ അത് ഉണ്ടാവണമെങ്കിൽ സ്പോർസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സ്പോർസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രമേ എന്താണ് രണ്ട് മെയിലും ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ ഹെറ്ററോസ്പോർ ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ പ്ലാന്റ്സ്. മെയിലും ഫീമെയിലും പ്രത്യേകം പറയാനുള്ള അത് മെയിൽ പ്ലാന്റ് ആണ്, ഇത് ഫീമെയിൽ പ്ലാന്റ് ആണ്, ഡിഫറൻസിയേഷൻ വരാനുള്ള ഒരു കാരണം ഹെറ്ററോസ്പോറി എന്നാണെന്ന് പറയുന്നത്. Okay, because of heterospory, the plants become free to grow in varied environmental condition instead of only aquatic condition. ഒരു സെയിം കണ്ടീഷൻസ് വരുന്ന പകരം ഹെറ്ററോസ്പോറി വന്നതുകൊണ്ട് പല പ്ലാന്റ്സിന് പല ഡിഫറെൻറ്റ് കണ്ടീഷൻസ് എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു സീഡ് ഡെവലപ്മെന്റ്. സീഡ് ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ളത് എന്താണ്? ഇതാണ് കാരണം. എന്താണ് മെയിൽ ഗാമേറ്റ് വന്നിട്ട് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, എന്നിട്ട് അത് ആ എംബ്രിയോണിൽ പിന്നെ നമ്മൾ ആൻജിയോസ്പേംസിന്റെ കേസും ജിംനോസ്പേംസിന്റെ കേസും സീഡായി മാറുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഹെറ്ററോസ്പോറി എന്നുള്ള കണ്ടീഷൻ വന്ന ഹോമോസ്പോറസ് കണ്ടീഷൻ ഒന്നും മെയിൽ ഫീമെയിൽ ഒന്നും ഇല്ല. ഡയറക്റ്റ് എന്തായി ഒറ്റ പ്ലാന്റ് അതിൽ തന്നെ പിന്നെ മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഗാമേറ്റ് ഡെവലപ്മെന്റ് ആവുന്നു. ഇവിടെ എന്താണ് മെയിൽ വേറെ ഫീമെയിൽ വേറെ, എന്നിട്ട് മെയിലിൽ നിന്ന് ഇല്ല ഗാമേറ്റ് ഫീമെയിലിലേക്ക് പോകുന്നു, എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഫോംസ് പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. അതാണ് പിന്നെ അത് അതിൽ ഡെവലപ്മെന്റ് നടന്നാണ് പിന്നെ സീഡ് ഡെവലപ്മെന്റിലേക്ക് പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻ ഷോർട്ട് എന്താ പറയേണ്ടത്? ഹെറ്ററോസ്പോറി ഈസ് പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ദി മെഗാസ്പോർസ് ഹാവിംഗ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ഡിറൈവ്സ് നറിഷ്മെന്റ് ഫ്രം സ്പോറോഫൈറ്റ് ആൻഡ് ദസ് റിമെയിൻസ് ഇൻഡിപെൻഡന്റ് ഫ്രം എക്സ്റ്റേണൽ ഫാക്ടർ. അപ്പോൾ മെഗാസ്പോർ എന്താണ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റുമായി ഡിപെൻഡന്റ് ആണ്. ഓക്കെ, എന്നിട്ട് അത് ഗാമീറ്റോഫൈറ്റ് അല്ല സ്പോറോഫൈറ്റുമായി ഡിപ്പെൻഡൻ്റ് ആണ്. എന്ത് ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്പോറോഫൈറ്റുമായിട്ടാണ് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഗാമീറ്റോഫൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി എന്താണ് സീഡ് ഹാബിറ്റിലേക്ക് നമ്മൾ സീഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താ സ്പോറോഫൈറ്റുമായിട്ട് അറ്റാച്ച്ഡ് അല്ലേ? നമ്മൾ സീഡ്സും ഫ്രൂട്ടും സീഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പോറോഫൈറ്റുമായി അറ്റാച്ച്ഡ് അല്ലേ? അതിൽ നിന്ന് നറിഷ്മെന്റ് വലിച്ചെടുക്കുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് വന്ന് എല്ലാം കുറച്ച് മോഡിഫിക്കേഷൻ നടന്നിട്ടാണ് സീഡ്സും ഫ്രൂട്ട്സും ഉണ്ടായെന്നാണ് പറഞ്ഞു നോക്കുന്നത്. ഓക്കെ, ഇനി ഒറിജിൻ ഓഫ് സീഡ് ഹാബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കണ്ടീഷൻസ് വേണം എന്നാണ് നോക്കുന്നത്. സീഡ് ഹാബിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വേണം? ഒന്നാമത് ഒബ്വിയസ്ലി എന്താ ഹെറ്ററോസ്പോറി തന്നെയാണ്, നോ ഡൗട്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് റിഡക്ഷൻ ഇൻ ദി നമ്പർ ഓഫ് മെഗാസ്പോർസ് ഫൈനലി ടു 1 പെർ മെഗാസ്പോറാഞ്ചിയം. അപ്പോൾ മെഗാസ്പോർസ് കുറേ ഉണ്ടാകുന്ന ഒരു മെഗാസ്പോറാഞ്ചിയം ഒറ്റ മെഗാസ്പോർസ് എന്ന രീതിയിലേക്ക് ചുരുക്കേണ്ടി വന്നു സീഡ്സ് ഉണ്ടാകുമ്പോൾ. ഓക്കെ, റിറ്റൻഷൻ ആൻഡ് ജെർമിനേഷൻ ഓഫ് മെഗാസ്പോർസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് ദി എഗ്. അതായത് ഈ ഡെവലപ്മെന്റൊക്കെ ഈ എഗ് ഡെവലപ്മെന്റും മെഗാസ്പോർസ് ഡെവലപ്മെന്റൊക്കെ സ്പോറോഫൈറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സീഡ് ഹാബിറ്റിൽ കൃത്യമായിട്ട് പറയാനുള്ളൂ. സീഡ് ഫോം ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിന്റെ കേസിലും ഗാമീറ്റോഫൈറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ സ്പോറോഫൈറ്റ്. ഓക്കെ, കണ്ടിന്യൂഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ഫെർട്ടിലൈസ്ഡ് എഗ് ഇൻ ടു ദി എംബ്രിയോ വൈൽ സ്റ്റിൽ ഇൻ സിറ്റു. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സ്പോറോഫൈറ്റിൽ ഉണ്ടാകുമ്പോൾ അറ്റാച്ച്ഡ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഈ എഗിന്റെയും അതുപോലെ തന്നെ സൈഗോട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഇനി സീഡ് ഹാബിറ്റ് ഇൻ സെലാജിനല്ല നോക്കിക്കഴിഞ്ഞാൽ ഹെറ്ററോസ്പോറി ഒക്കേഴ്സ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സ്പീഷീസ് ഓഫ് സെലാജിനല്ല. സെലാജിനല്ല സ്പീഷീസിന്റെ കേസിൽ 2 തരത്തിലുള്ള സ്പോർസ് കാണാറുണ്ട്. ഓക്കെ, ഇൻ മോസ്റ്റ് സ്പീഷീസ് ഓൺലി 1 ഫങ്ഷണൽ മെഗാസ്പോർ മദർ സെൽ ഇസ് പ്രൊഡ്യൂസ്ഡ് which by reduction division produces 4 haploid megaspores. ഒറ്റ ഫങ്ഷണൽ മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുള്ളൂ. അത് റിഡക്ഷൻ ഡിവിഷൻ വഴി എന്താകുന്നുണ്ട് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർസ് സെലാജിനലിന്റെ കേസിൽ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി സെലാജിനലിന്റെ കേസിൽ സീഡ് ഹാബിറ്റിനെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷനുകൾ പറഞ്ഞത്. സെലാജിനൽ സീഡ് ഹാബിറ്റ് ഇല്ല കേട്ടോ, അത് അതിനുണ്ടാവാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നത് മാത്രം. ഓക്കെ, പിന്നെ ജെർമിനേഷൻ ഓഫ് മെഗാസ്പോർ സ്റ്റാർട്ട്സ് വിത്തിൻ ദി മെഗാസ്പോറാഞ്ചിയം. അതും കറക്റ്റാണ്. സീഡ് ഹാബിറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും സഫീഷ്യന്റ് വെക്കുന്നുണ്ട്. എന്താണ് മെഗാസ്പോറാഞ്ചിയത്തിൽ തന്നെയാണ് മെഗാസ്പോർസിന്റെ ജെർമിനേഷൻ നടക്കുന്നത്. ബട്ട് ഇറ്റ് സ്റ്റേജ് ആൻഡ് ടൈം ഓഫ് റിറ്റൻഷൻ വിത്തിൻ ദി മെഗാസ്പോറാഞ്ചിയം ഡിഫേഴ്സ് ഇൻ ഡിഫറെന്റ് സ്പീഷീസ്.
അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ജെർമിനേഷൻ റേറ്റ് ഒക്കെ പല സ്പീഷീസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ഡെവലപ്മെന്റ് ഓൾസോ ടേക്സ് പ്ലേസ് വിത്തിൻ ദി മെഗാസ്പോറാഞ്ചിയം. അപ്പോൾ സീഡ് ഹാബിറ്റിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ നോർമൽ ആൻജിയോസ്പേംസ് ജിംനോസ്പേംസിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെഗാസ്പോറാഞ്ചിയത്തിൽ വെച്ച് തന്നെയാണ് ഈ എംബ്രിയോ ഡെവലപ്മെന്റ് ഫെർദർ ഡെവലപ്മെന്റ് നടക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നത്, although certain species of Selaginella suggest early stages in evolutionary seed habitat, Selaginella should not be considered as an ancestor to seed plants. ഈ പറഞ്ഞിട്ടുള്ള സീഡ് ഹാബിറ്റിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും സെലാജിനലിൻ്റെ ഒരു സീഡ് ഹാബിറ്റിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആബ്സെൻസ് ഓഫ് ഇൻടെഗുമെന്റ്സ് അറൌണ്ട് ദി മെഗാസ്പോറാഞ്ചിയം. നമ്മൾ സീഡ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ മെഗാസ്പോറാഞ്ചിന് ചുറ്റും എന്തുണ്ട്, ഒരു ഇൻറ്റഗ്മെന്റ്സ് പ്രൊട്ടക്റ്റീവ് കവറിങ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ അതില്ല, സെലാജിനലിലേക്ക് അത് ആബ്സെന്റ് ആണ്. ഓക്കെ, രണ്ടാമത് നോക്കി കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് പെർമനന്റ് റിട്ടൻഷൻ ഓഫ് മെഗാസ്പോസ് വിതിൻ ദി മെഗാസ്പോറാഞ്ചിയ എക്സെപ്റ്റ് എ ഫ്യൂ സ്പീഷീസ്. അതായത് അധിക സ്പീഷീസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ മെഗാസ്പോറാഞ്ചിയത്തിനകത്ത് തന്നെ നിൽക്കുന്നില്ല. കുറച്ച് സൈക്കോ ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ലിബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഫുള്ളായിട്ട് അതിനകത്ത് നിൽക്കുന്നില്ല. അതായത് വേറെ തന്നെ ഒരു ഗാമീറ്റോഫൈറ്റ് ആകാൻ വേണ്ടിയിട്ട് അത് ലിബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, കുറേ സമയം റിട്ടൻഷൻ ചെയ്ത് നിൽക്കുന്നില്ല. അങ്ങനെ റിട്ടൻഷൻ നടക്കുന്നുണ്ടെങ്കിൽ, കുറേ സമയത്ത് റിട്ടൻഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയാം, സീഡ് ഹാബിറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് കംപ്ലീറ്റ് ഹിസ്റ്റോളജിക്കൽ ഫ്യൂഷൻ ബിറ്റ്വീൻ മെഗാസ്പോറാഞ്ചിയം വോൾ ആൻഡ് മെഗാസ്പോർ. മെഗാസ്പോറാഞ്ചിയം വോളും മെഗാസ്പോറും തമ്മിലൊരു ഒരു ഹിസ്റ്റോളജിക്കൽ ഫ്യൂഷൻ ഇതിലില്ല, ഒരു കംപ്ലീറ്റ് ഫ്യൂഷൻ ഇതിൽ സെലാജിനലിൻ്റെ കേസില്ല, ആ വോളും സ്പോറാഞ്ചിയും തമ്മിൽ. ഓക്കെ, പിന്നെ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ദി ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ദർ ഇസ് ലാക്ക് ഓഫ് റെസ്റ്റിംഗ് പീരിയഡ്. എംബ്രിയോ ഡെവലപ്മെന്റ് കഴിഞ്ഞ് സീഡ് ഉണ്ടാകുന്ന പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ കുറച്ചൊരു റെസ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും. ആ റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞ് സൂട്ടബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് മാത്രമേ സീഡ് ജെർമിനേഷൻ നടക്കുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, സൈഗോട്ട് ഉണ്ടായി കുറച്ച് കാലം അത് മെഗാസ്പോറാഞ്ചിയത്തിനകത്തുണ്ടാവും, പിന്നെ അത് ലിബറേറ്റ് ചെയ്ത് പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാവും, പുതിയൊരു ഹാപ്ലോയിഡ് ഗാമീറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അത് റിട്ടൻഷൻ നടക്കുന്നില്ല, അതുപോലെ റെസ്റ്റിംഗ് സ്റ്റേജും ഇല്ല. ഈ റെസ്റ്റിംഗ് സ്റ്റേജ്, റിട്ടൻഷൻ, പിന്നെ കംപ്ലീറ്റ് ഡിപ്പെൻഡന്റ് ഓൺ സ്പോറോഫൈറ്റ്, ഈ കണ്ടീഷനൊക്കെയാണ് മെയിൻ ആയിട്ട് സീഡ് ഹാബിറ്റിലേക്ക് പോകുന്നത്. അതൊന്നും ഇവർ കാണാത്തതുകൊണ്ടാണ് എന്ത്, ഈ സെലാജിനല്ല ഒരു സീഡ് ഹാബിറ്റിന്റെ ഒരു പ്രിക്കേഴ്സർ ആണെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത്. പക്ഷേ ഹെട്രോസ്പോറി എന്നുള്ള കണ്ടീഷൻ കാണുന്നുണ്ടെന്നുണ്ട്, ഹെട്രോസ്പോറി എന്നുള്ള കണ്ടീഷൻ ഇല്ല കാണുന്നത്, പക്ഷേ ഹെട്രോസ്പോറി ഇസ് ദ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. ഓക്കെ, അത് സീഡ് ഹാബിറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഹെട്രോസ്പോറി വിച്ച് ഇസ് സീൻ സെലാജിനല്ല. അപ്പോൾ ആ ഒറ്റ കണ്ടീഷൻ മാത്രമേ ആര് ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ, സെലാജിനൽ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് റിലേഷൻഷിപ്പ് ജിംനോസ്പേംസ്, ടെറിഡോഫൈറ്റ്സിന്റെ ജിംനോസ്പേംസുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, ഒന്നാമതാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇപ്പോൾ നമ്മൾ സെലാജിനലി മറ്റേതായി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ എവല്യൂഷൻ സിഗ്നിഫിക്കൻസ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സിമിലാരിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നടക്കുന്നുണ്ട് ഇതിൽ, ഈ ജിംനോസ്പേംസിന്റെ കേസിലും ടെറിഡോഫൈറ്റ്സിന്റെ കേസിലും. രണ്ടിലെന്തുണ്ട്, പിന്നെ ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും രണ്ട് ഡിഫറൻഷ്യൽ ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് ലൈഫ് സൈക്കിൾ മാറിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡോമിനൻ്റ് ആണ് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഓക്കെ, ഇതിൽ ഓൾദോ ആൾട്ടർനേഷൻ ജനറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്, ഡോമിനൻ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ഫേസ് ആണുള്ളത്. പിന്നെ പ്ലാന്റ് ബോഡി ഡിഫറൻസിയേഷൻ, അതായത് രണ്ടിലും എന്താണ് പ്രോപ്പറായിട്ട് സ്പോറോഫൈറ്റിന് സ്റ്റെം, റൂട്ട്, ലീഫ് ഡിഫറൻസിയേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ വെർണേഷൻ, സം ടെറിഡോഫൈറ്റ്സ് ആൻഡ് സം ജിംനോസ്പേം എക്സിബിറ്റ് സർസിനേറ്റ് വെർണേഷൻ ഇൻ യങ് ലീവ്സ്. രണ്ടിൻ്റെ കേസിൽ എന്തുണ്ട്, സർസിനേറ്റ് വെർണേഷൻ നടക്കുന്നുണ്ട്. അതായത് ലീഫ് വെർണേഷൻ, ലീഫ് ഉണ്ടാകുമ്പോൾ ലീഫ് മടങ്ങി വെക്കുന്ന ഒരു പാറ്റേണിന് വെർണേഷൻ എന്ന് പറയാം. അപ്പം ടെറിഡോഫൈറ്റ്സിന്റെ കേസിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ലീഫ് പാറ്റേൺസ് നിങ്ങൾ അത് ജെർമിനേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇതിനാണ് സർസിനേറ്റ് വെർണേഷൻ എന്ന് പറയാം. ഇത് ടെറിഡോഫൈറ്റ്സിന്റെ കേസിലും ജിംനോസ്പേംസിന്റെ കേസിലും കണ്ടുവരാറുണ്ട്. ജിംനോസ്പേംസിന്റെ കേസിൽ സൈക്കസിൽ ഇങ്ങനത്തെ ഒരു വെർണേഷൻ വരാറുണ്ട്. അപ്പോൾ പറഞ്ഞൊക്കെ എന്താ, ഈ പറഞ്ഞിട്ടുള്ള ടെറിഡോഫൈറ്റ്സ് എന്നാണ് ജിംനോസ്പേംസിന്റെ എവല്യൂഷൻ നടന്നിട്ടുള്ളതെന്നാണ് ഒരു പോയിന്റ് പറഞ്ഞു നോക്കുന്നത്. ഓക്കെ, പിന്നെ വാസ്കുലർ ടിഷ്യൂ, രണ്ടിലും വാസ്കുലർ ടിഷ്യൂസ് കൃത്യമായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടിലും വെസൽസ് ആബ്സെന്റ് ആണ് എക്സെപ്റ്റ് വൺ. ബാക്കി ജനറലി നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും വെസൽസ് ആബ്സെന്റ് ആണ്, കമ്പൈൻ സെൽസും ആബ്സെന്റ് ആണ് ഫ്ലോയത്തിന്റെ കേസിൽ. അപ്പോൾ അതൊരു സിമിലാരിറ്റി ആണ്. പിന്നെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് രണ്ടിലും മിയോസിസ് വഴി. പിന്നെയോ ഹെട്രോസ്പോറി എന്നുള്ള കണ്ടീഷൻ രണ്ടിലും കാണാറുണ്ട്. സെലാജിനലിന്റെ കേസിലുണ്ട്, ജിംനോസ്പേംസിലും എല്ലാത്തിൻ്റെ കേസിലും ഹെട്രോസ്പോറി എന്നുള്ള കണ്ടീഷൻ കാണാറുണ്ട്. അതായത് മെയിലും ഫീമെയിലും സ്പോർസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റെഡ്യൂസ്ഡ് ഗാമറ്റോഫൈറ്റ്, ഗാമറ്റോഫൈറ്റ് വളരെ ഇലാബറേറ്റ് ആണോ, അല്ല, സ്പോറോഫൈറ്റ് ആണ് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ളത്. വളരെ മൈന്യൂട്ട് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് ആണ് ടെറിഡോഫൈറ്റ്സിന്റെ കേസിലും ജിംനോസ്പേംസിലും കാണാറുള്ളത്. അപ്പോൾ അതൊരു സിമിലാരിറ്റി ആണ്. പിന്നെ റിട്ടൻഷൻ ഓഫ് മെഗാസ്പോർസ്, മെഗാസ്പോറാഞ്ചിയത്തിൻ്റെ അകത്ത് മെഗാസ്പോർസ് റിറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആര്, ടെറിഡോഫൈറ്റ്സിന്റെ കേസിൽ കുറച്ച്, ജിംനോസ്പേംസിന്റെ കേസിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് റിറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്.
ഓക്കെ. പിന്നെ സെക്സ് ഓർഗൻസ് ഉണ്ട്. സെക്സ് ഓർഗൻസ് ഓഫ് ദി ഗാമീറ്റോഫൈറ്റ്സ് ആർ ഓൾവേസ് ആന്ത്രിഡി ആൻഡ് ആർക്കിഗോണിയ. രണ്ടിന്റെ കേസിലും ആന്ത്രിഡി ആർക്കിഗോണിയ സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സ്പോർ പ്രൊഡക്ഷൻ ഉണ്ട്. അത് കോൺസിൽ അല്ലെങ്കിൽ സ്ട്രോബൈഡസിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റൂട്ട് ഹെയർസ് രണ്ടിലും ആബ്സെന്റ് ആണ്. റൂട്ട് ഹെയർസ് എന്നുള്ള സ്ട്രക്ചർ റൂട്ട് ഉണ്ട്, പക്ഷേ റൂട്ട് ഹെയർസ് എന്ന സ്ട്രക്ചർ രണ്ടിലും ആബ്സെന്റ് ആണ്. ഓക്കെ. ഇനി ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്ലാൻ ബോഡീൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും നോക്കിക്കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സ് ജനറലി ഹാവ് എ സ്മോളർ നോൺ ബോഡി പ്ലാൻ ബോഡി ആണ് വിത്ത് അണ്ടർഗ്രൗണ്ട് റൈസോംസ്. പക്ഷേ ജിംനോസോംസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാലോ ഭയങ്കര ലാർജ് ആണ്, ഒരു ട്രീ ലൈക്ക് ആണ്, ട്രീ തന്നെയാണ് ജിംനോസോംസിലുള്ളത് കൂടുതലും. പക്ഷേ ടെറിഡോഫൈറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെർബേഷ്യസ് ആയിട്ടുള്ള കണ്ടീഷൻസ് കൂടുതലുള്ളത്. പക്ഷേ ഇതിൽ കുറച്ച് ജിംനോസോംസിന്റെ കേസിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉള്ളത്. ഇപ്പോൾ വുഡി ആയിട്ടുള്ള സെക്കൻഡ് ഗ്രോത്ത് ഒക്കെ നടക്കുന്ന ആൾക്കാരാണ് ജിംനോസ്പേംസ്. റൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സിൻ്റെ generally have adventitious roots, while gymnosperms have a taproot system originating from the radicle. ടെറിഡോഫൈറ്റ്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വെന്റീഷ്യസ് റൂട്ട്സ് ആണ് കണ്ടുവരുന്നത്. പക്ഷേ ജിംനോസ്പേംസിന് എങ്ങനെ പക്ക പ്രോപ്പർ റൂട്ടാണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കണ്ടുവരുന്നത്, ഡൈക്കോട്സിൽ കണ്ടുവരുന്ന പോലത്തെ. ഓക്കെ. പിന്നെ ഹാബിറ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സ് ഓഫൺ പ്രിഫർ കൂൾ മോയിസ്റ്റ് എൻവയോൺമെന്റ്സ്, വെറാസ് ജിംനോസ്പേംസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ റയർ കണ്ടീഷൻസ് ആൻഡ് സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ്. അപ്പോൾ ഒന്ന് ഒരു വെള്ളമുള്ള കണ്ടീഷൻ ആവശ്യമാണ് ഒന്നിന്, മറ്റേത് എങ്ങനെയാണ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സീറോഫൈറ്റിക് കണ്ടീഷനാണ് ജിംനോസ്പേംസിന് ആവശ്യമുള്ളത്. ഇനി റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാലോ എന്താ ഡിഫറൻസ്? ടെറിഡോഫൈറ്റ്സ് മേ ബി ഹോമോസ്പോറസ് ഓർ ഹെറ്ററോസ്പോറസ്, രണ്ടും കാണാറുണ്ട്. സൈലോട്ടത്തിന്റെ കേസിലൊക്കെ ഹോമോസ്പോറസ് ആണ് ടെറിഡോഫൈറ്റ്സിന്റെ കേസ്, സെലാജിനാന്റെ കേസിൽ ഹെറ്ററോസ്പോറസ്, അപ്പോൾ രണ്ടും കണ്ടുവരുന്നുണ്ട്. പിന്നെ ജിംനോസ്പേംസിന്റെ കേസിൽ ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, വേറൊരു വ്യത്യാസം. ഓക്കെ. പിന്നെ സെക്കൻഡറി ഗ്രോത്ത് ഏതിൽ ആബ്സെന്റ് ആണ്? ടെറിഡോഫൈറ്റ്സിൽ ആബ്സെന്റ് ആണ്, ക്യാമ്പിയോ ഇല്ല. പക്ഷേ ജിംനോസ്പേംസിന്റെ കേസിലോ ക്യാമ്പിയോ ഉണ്ട്, സെക്കൻഡ് ഗ്രോത്ത് പ്രസന്റ് ആണ്, അതും വേറെ ഡിഫറൻസ് ആണ്. പിന്നെ ഫെർട്ടിലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സ് റിക്വയർ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ, അതിന് വാട്ടർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മോയിസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡി പ്ലേസിൽ വളരുന്നത് ടെറിഡോഫൈറ്റ്സ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സ് പൊതുവെ വളരുന്ന ഏരിയാസ് ഒക്കെ എന്താണ്, കുറച്ചൊരു വെറ്റ് ആയിട്ടുള്ള വെള്ളം ഉള്ള സ്ഥലത്താണ് ടെറിഡോഫൈറ്റ്സ് വളരുക. പക്ഷേ ജിംനോസ്പേംസിന്റെ കേസ് സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് എന്താണ്, അതിന് വെള്ളം ആവശ്യമില്ല ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. മിക്കവാറും എയറിലൂടെ ആയിരിക്കും അതിൻ്റെ എന്താണ് പോളിനേഷനൊക്കെ നടക്കുന്നത്. ഓക്കെ. പിന്നെ സീഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ജിംനോസ്പേംസ് ആർ സീഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസിങ് നേക്കഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫ്രൂട്ട് ഇല്ലാതെ നേക്കഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ ടെറിഡോഫൈറ്റ്സിന്റെ കേസിൽ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് കാണാറുണ്ട്. എക്സാമ്പിൾ ഹെറ്ററോസ്പോറി ഇൻ സെലാജിനല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെറിഡോഫൈറ്റ്സിന്റെ കേസ് നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഹെറ്ററോസ്പോറി നോക്കുക, പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സെലാജിനിൽ ഓർത്ത് നോക്കുക, പിന്നെ സിമിലാരിറ്റീസ് ഡിഫറൻസ് ഓർത്ത് നോക്കുക. ഇതാണ് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.